ഹേ ഗൈസ്, കാത്തിരുന്ന് പെട്ടെന്നാണല്ലോ ശിവരാത്രി ഇങ്ങ് വന്നത്. നമുക്ക് സമയം ഒട്ടും കളയാനില്ല. രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാ, പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. ചെന്നപ്പോഴത്തേക്കും കാവടിയാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ നിലവിൽ 16 കരകളാണുള്ളത്. ശിവരാത്രി ദിവസം 16 കരകളിൽ നിന്നും രാവിലെ തന്നെ കാവടി ഘോഷയാത്ര അമ്പലത്തിലേക്ക് എത്തുന്നതാണ്. കാവടി മാത്രമല്ല കേട്ടോ, കവലിലൂടെയും നാവിലൂടെയും ഒക്കെ ശൂലം തറച്ചവരും ഉണ്ടാവും. ഇന്നേ ദിവസം രാവിലെ നമുക്ക് നേർച്ചക്കാളകളെ അമ്പലത്തിൽ ദർശനത്തിനായി കൊണ്ടുവയ്ക്കാൻ പറ്റും കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശിവരാത്രി ദിവസം ഉണ്ട്, റോഡെല്ലാം ഭയങ്കര ബ്ലോക്കാണ്. ഒരുപാട് കറങ്ങി ചുറ്റിയാണ് അവർ ഇവിടെ എത്തിയത്. നമ്പൂരൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ സദ്യ ടൈം വന്നിരിക്കുകയാണ്. 4-5 പപ്പടം വെച്ചിട്ടാണ് അമ്മാനെ ഒരു സദ്യ ഉണ്ടെന്നത്. സ്വന്തമായിട്ട് 5 പപ്പടം കിട്ടിയാലും അയലത്തിരിക്കുന്നതിന്റെ ഇലയിൽ നിന്ന് കൈയിട്ട് വരില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്ന് അവള് പറയുന്നത്. എണീറ്റില്ലേ ഗൈസ്? അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. ഇവർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് നമ്മൾ കാളയൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര ധൃതിയാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും നമ്മൾ വ്ലോഗ് എടുക്കാൻ മറക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ PA ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കണ്ടു തീർക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര ബ്ലോക്കാണ്, എങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് കറങ്ങി ചുറ്റി വേണം ഓരോന്നിനും കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. വലിയ കഥയ്ക്ക് ശേഷം പിരിയുകയാണ്. ഉത്സവ ദിവസം ആയതുകൊണ്ട് ബസ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അവരെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.